താങ്കൾ ഇങ്ങോട്ട് വരുമ്പോൾ കണ്ട ഒരു മനോഹരമായ കാഴ്ചയുണ്ട്. നേരത്തെ കുറച്ച് വാദപ്രതിവാദങ്ങളൊക്കെ മന്ത്രി വി ശിവൻകുട്ടിയൊക്കെ ആയിട്ട് PM ശ്രീ വിഷയത്തിലൊക്കെ നടന്നു വരുന്നെങ്കിൽ പോലും ഇന്ന് രണ്ടുപേരും കൈപിടിച്ച് വന്നപ്പോൾ ഒരു സന്തോഷം തോന്നി ആ കാഴ്ച കണ്ടപ്പോഴും. ഇങ്ങനൊരു പ്രഖ്യാപന വേദിയിലേക്ക് എത്തുമ്പോൾ CPI സംബന്ധിച്ചിടത്തോളം എത്രമാത്രം അഭിമാനം? CPIക്ക് അഭിമാനമുണ്ട്. 57 കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ കാലം മുതൽ ഞങ്ങൾ പറയാൻ ശ്രമിച്ച കാര്യമാണത്. കമ്മ്യൂണിസ്റ്റുകാർ, അതിൽ CPM വ്യത്യാസമില്ല, കമ്മ്യൂണിസ്റ്റുകാർ ഒന്നിച്ച് പറയാൻ ശ്രമിച്ച കാര്യമാണിത്. ഞങ്ങളുടെ പക്ഷപാതിത്വം എപ്പോഴും പാവങ്ങളോടായിരിക്കും. ഇടതുപക്ഷത്തിൻ്റെ വികസന കാഴ്ചപ്പാടിൻ്റെ കേന്ദ്ര സ്ഥാനത്ത് പാവങ്ങളുണ്ട്. അവരെ ചേർത്ത് വെച്ചുകൊണ്ടല്ലാതെ ഇടതുപക്ഷത്തിന് മുമ്പോട്ട് പോകാൻ പറ്റില്ല, മുമ്പോട്ട് പോകില്ല. അതാണ് പ്രഖ്യാപിക്കുന്നത്. എന്തെല്ലാം ഞെരുക്കമുണ്ടായിരുന്നെങ്കിലും കേരളത്തിലെ ഗവൺമെൻറ് പ്രഖ്യാപിക്കുകയാണ് ഇവിടെ അതിദാരിദ്ര്യത്തിൻ്റെ അധ്യായത്തിൻ്റെ അന്ത്യം കുറിക്കുകയാണ്. ഇനിയും മുന്നോട്ട് പോകുന്ന യാത്ര. പക്ഷേ ഒന്നാമത്തെ ഘട്ടമായിട്ട് അതിദാരിദ്ര്യത്തിൻ്റെ അന്ത്യം കുറിച്ചിരിക്കുകയാണ്. ഇതാണ് യഥാർത്ഥമായ കേരള സ്റ്റോറി. ഇവിടെ കുറേ കാലം മുമ്പ് RSSും BJPയും ചേർന്നുകൊണ്ട് വർഗീയ ഭ്രാന്തൻ്റെ കള്ളത്തരം കുത്തിപ്പറിച്ച ഒരു സ്റ്റോറി പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു, കേരള സ്റ്റോറി എന്ന പേരിൽ. അതല്ല കേരള സ്റ്റോറി, ഇതാണ് വാസ്തവത്തിലെ റിയൽ കേരള സ്റ്റോറി. പക്ഷേ ഇപ്പോഴും പ്രതിപക്ഷത്തിൻ്റെയൊക്കെ ഭാഗത്തു നിന്ന് പലതരത്തിലുള്ള വിമർശനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. തെരഞ്ഞെടുപ്പൊക്കെ മുന്നിൽ വരുന്നു, അതോടൊപ്പം തന്നെ ഇത് അങ്ങനെ ആ തരത്തിലുള്ള പദ്ധതിയാണെന്നൊക്കെയാണ് പ്രതിപക്ഷ നേതാവ് അടക്കം പറയുന്നത്. പ്രതിപക്ഷത്തിന് ഇലക്ഷൻ മുമ്പിൽ കണ്ടുകൊണ്ട് എതിർക്കാനല്ലേ പറ്റൂ, എതിർക്കട്ടെ, അത്രയേ ഉള്ളൂ. അപ്പുറം ഒന്നും പ്രാധാന്യമില്ല. തീർച്ചയായിട്ടും. ഏതായാലും നേരത്തെ മന്ത്രി ശിവൻകുട്ടിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു പ്രതികരണം എടുക്കാറുണ്ട്. രണ്ടുപേരും വന്നപ്പോൾ നല്ല സന്തോഷമായി. ഏതായാലും കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. വിശിഷ്ടാതിഥികൾക്ക് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്നതാണ് ഈ വേദിയെല്ലാം തന്നെ. ഓരോരുത്തരായി ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ദേവസ്വം വകുപ്പ് മന്ത്രി വി വാസവനുണ്ട്. മിനിസ്റ്റർ, ഇപ്പം ഒരു വലിയ പ്രഖ്യാപനത്തിലേക്ക് സംസ്ഥാനം നീങ്ങാൻ പോവുകയാണ്. ഒരുപാട് പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങളും മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ പോലും എത്രമാത്രം താങ്കൾ കൂടി പങ്കുവയ്ക്കുന്ന ഒരു മന്ത്രിസഭ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തുന്നു, ഒരു വൻ പ്രഖ്യാപനത്തിലേക്ക് എത്തുമ്പോൾ? നമ്മുടെ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു ചരിത്ര നിമിഷമാണ് കേരളം ഇന്ന് ലോകത്തിൻ്റെ നെറുകയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം ആദ്യത്തെ ക്യാബിനറ്റ് യോഗത്തിൽ മുഖ്യമന്ത്രി ഞങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച വിഷയം നമുക്ക് ആദ്യത്തെ തീരുമാനമാക്കിയിട്ട് മാറ്റി ഈ ഗവൺമെൻറ് കാലാവധിക്കുള്ളിൽ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യണം. നിശ്ചയദാർഢ്യത്തിൻ്റെയും ലക്ഷ്യബോധത്തിൻ്റെയും ഭാഗമായി നടത്തിയ കഠിനാധ്വാനത്തിലാണ് ഈ പ്രഖ്യാപനം യാഥാർത്ഥ്യമാക്കിയത്. ശരി, വളരെ അഭിമാനത്തോടുകൂടി മന്ത്രിമാർ പ്രതികരണം അറിയിക്കുകയാണ്. കേരളത്തിൻ്റെ ഒറ്റക്കെട്ടായ ഒരു പ്രയത്നത്തിൻ്റെ ഫലമാണ് ഇങ്ങനെയൊരു സ്ഥിതിയിലേക്ക് എത്താൻ കഴിഞ്ഞത്. അതിൽ രാഷ്ട്രീയമില്ല എന്നാണ് നേരത്തെ MP രാജേഷ് ഒക്കെ സൂചിപ്പിച്ചത്. അതുകൊണ്ട് അങ്ങനെ ബഹിഷ്കരിക്കുന്നതിന് ശരിയായ ഒരു നയമല്ല എന്നുകൂടി അദ്ദേഹം പറയുകയുണ്ടായി.